ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച് വെച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് ചെറിയ കഷ്ണമല്ല, എന്നാൽ വലിയ കഷ്ണമല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിലെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, അതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു മീഡിയം സൈസ് 3 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക് കീറിയത് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് വഴട്ടാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് ഇടാം കേട്ടോ. ഒരുപാട് കുറച്ചിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു പച്ചമുളക് കീറിയതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിയാപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ എടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വെള്ളാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോള അവിടെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ജീരകം, അതുപോലെ തന്നെ കുരുമുളക്, കറുവപ്പട്ട, അത്രയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് എണ്ണയിലൊന്ന് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ആ ഒരു ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു കളർ മാറുന്നവരെ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് സവോള വഴണ്ട് വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്കിവിടെ തേങ്ങ വറുത്തെടുക്കാം. അതാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തേങ്ങ വറുത്തെടുക്കാം. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഒരു 2-3 ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നമ്മൾ മാറ്റിയെടുത്ത് വയ്ക്കാം. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി സവോളയൊക്കെ ഇത്രയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ടിത് ഈ ഒരു പരുവാകുന്നവരെ നന്നായിട്ട് വഴളണം. അപ്പോഴത്തേക്കും നമ്മുടെ വറുത്ത് വെച്ച തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി വഴണ്ട് വന്നിരിക്കുന്ന സവോളയിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കണം. ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച അരപ്പ് നമ്മളെടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേറൊരു പാത്രത്തിൽ ചിക്കൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ചിക്കൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ അരപ്പും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി വെള്ളം ഒഴിക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ചിക്കനിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആവശ്യത്തിന് വെള്ളമൊക്കെ ആകും. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ റെസിപ്പിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്